ഓഹ് നമ്മുടെ ഈ മണമെന്ന് വെച്ചാൽ അൺസഹിക്കബിളാണ്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് അത് ആ എണ്ണയിലൊക്കെ ഒന്ന് മിക്സായിട്ട് പച്ചമണമൊക്കെ പോയാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ. ആ ഫ്ലേവർ നമ്മുടെ ബീഫിൽ കൂടിക്കലരുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, ആ മണം. അതുപോലെ തന്നെ നമ്മുടെ ജീരകശാല റൈസിൻ്റെ ആ മണം മിക്സ് ആകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അസാധ്യം മണമാണ്, രുചിയാണ്. ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഇന്ന് ഒരു ഇറച്ചി ചോറ് തയ്യാറാക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറാണ്, വളരെ രുചികരമാണ്. നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രഷർ കുക്കറിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ കുക്ക് ചെയ്യണ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സവാളയാണത്. സവാള നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി എടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ എപ്പോഴും കൂട്ടിയിടരുത്. തീ എപ്പോഴും ലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം വരെ ഇടാം. എന്നിട്ട് സവാള ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ സവാള ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയുണ്ട്, ഒരു 3 പച്ചമുളകും ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ല പേസ്റ്റ് പോലെ ആവണം. പിന്നെ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകിൻ്റെ പേസ്റ്റും നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, അതുപോലെ തക്കാളിയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗരം മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മീറ്റ് മസാല ചേർത്താലും മതി, ഒരു 1.5 ടീസ്പൂൺ. ഒരു 1-2 മിനിറ്റോളം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് 1/2 കിലോ ആണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണ്, അത് ചേർത്ത് കൊടുക്കുക. ബീഫ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ബീഫിൻ്റെ വേവ് പല ബീഫുകളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 7-8 വിസിൽ വേണ്ടി വരും. പിന്നെ വെള്ളം കൂടി ചേർക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഒരു വിസിൽ കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കൈമ റൈസാണ് ഏറ്റവും നല്ലത് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട്. നല്ല മലബാർ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസാണ് കൈമ റൈസ്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. 2 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് കുതിർത്താനായിട്ട് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടും. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ വേവാനായിട്ട് എടുത്തത് ഫുൾ തീയിൽ, അതായത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 5 വിസിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോരി മാറ്റാം.
വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നോക്കണം. ഇതിൽ 1 കപ്പാണ് ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടായിരുന്നത്. 2 കപ്പ് വേറെ വെള്ളം കൂടി ഒഴിച്ചിട്ട് 3 കപ്പ് വെള്ളം, അതായത് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഉപ്പ് കൂടി ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. 3 കപ്പ് വെള്ളം ഉപ്പും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. 20 മിനിറ്റിന് ശേഷം റൈസ് വെള്ളത്തിൽ നിന്ന് കോരി ഇതുപോലെ ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. നേരത്തെ ഊറ്റി വെച്ച അരിയാണ്, വെള്ളമൊന്നും പാടില്ല. ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം, അതായത് ഒരു 1/2 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കോരി വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കുക. നേരത്തെ കോരി മാറ്റി വെച്ച ആ ഇറച്ചി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇടുക. ഹൈ ഫ്ലെയിമിൽ 1 വിസിലാണ് അടിക്കേണ്ടത്, ഒരേ ഒരു വിസിൽ മാത്രം. 1 വിസിൽ കേട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് തുറക്കണത് കേട്ടോ. നല്ല ചൂടുള്ളതിനാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് കുത്തി ഇളക്കാൻ പറ്റില്ല, ഇത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേണം ഇളക്കാനായിട്ട്. കണ്ടോ, നല്ലൊരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നല്ലൊരു മണമാണ് അതിന്. നമ്മുടെ ഈ മണം എന്ന് വെച്ചാൽ അൺസഹിക്കബിളാണ്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് അത് ആ എണ്ണയിലൊക്കെ ഒന്ന് മിക്സായിട്ട് പച്ചമണമൊക്കെ പോയി ആ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഫ്ലേവർ നമ്മുടെ ബീഫിൽ കൂടിക്കലരുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, ആ മണം. അതുപോലെ തന്നെ നമ്മുടെ ജീരകശാല റൈസിൻ്റെ ആ മണം മിക്സ് ആകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അസാധ്യം മണമാണ്, രുചിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.